ഹായ് ഹലോ ഇന്നില്ലേ ഞാൻ വാട്ടായി കുക്കിൻ്റെ ഇടയാണ് കാണിക്കുന്നത്. കുറേ നാളായി വിചാരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് വാട്ടായി കുക്കിൻ്റെ ഇടയിൽ കാണിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എന്തെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുഡ് കഴിക്കുന്നത്ര എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാനിതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ചായക്ക് വേണ്ടിയിട്ടുള്ള പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞാനിന്ന് രാവിലെ തന്നെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും പിന്നെ പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരഞ്ഞെടുക്കുക. ഇനി ചെറുതായിട്ട് മുറിച്ചതിനെ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇത് അപ്പോഴേക്ക് തന്നെ നമ്മളെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ഗ്ലാസ് ഞാൻ കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓരോ പാത്രത്തിലേക്ക് ചായപ്പൊടി ഒന്ന് അരിച്ചിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ ചായൻ്റെ പരിപാടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനിതാ രണ്ട് ചുവന്ന മുളകില്ലേ, പൊടിക്കാത്ത മുളക്, അത് ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനില്ലേ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് റവക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കൈവിടാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് ഇനി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ നമ്മളെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്മാവ് ചൂടോടെ തന്നെ കഴിക്കാം. ഞാനിവിടെ ഉപ്മാവിൻ്റെ കൂടെ പഴമാണ് കേട്ടോ കഴിക്കുന്നത്. ഇനി നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതാ മുട്ട ഞാൻ 2 മുട്ടയും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതങ്ങ് മാറ്റി വെക്കാം. ഞാൻ ടിഫിനിൽ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഇന്നലെ ആക്കിയ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടായിന്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇറച്ചിച്ചോറ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ കറിയും റൈസും മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടിഫിൻ ബോക്സിൽ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫൊന്നും ഇല്ലാണ്ട് റൈസ് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട 2 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ ടിഫിനിൽ കൂടി റൈസ് ഇട്ട് കൊടുക്കുക. അത് ഞാൻ റൈസ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലും ഇനി ഒരു കഷ്ണം മുട്ട കൂടി വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് മാത്രം കുറച്ച് അച്ചാർ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടിഫിന്. അങ്ങനെ ടിഫിൻ ബോക്സിലൊക്കെ ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് കുറച്ച് ചോറ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അരി ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അരി മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് റൈസ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. അങ്ങനെ വെള്ളയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പകുതി മാത്രം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ റൈസെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ ഇതാ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ചൂടാക്കിയ റൈസ് ബാക്കിയുള്ളതാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായത്, ബിരിയാണി പോലെ ആക്കിയത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കഴിച്ചതിന് ശേഷം രാത്രിത്തെ ഫുഡിൻ്റെ പരിപാടി നോക്കാം. ഞാനിവിടെ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൂരി ഇതുപോലെ നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ടവരെ അതൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചിക്കൻ്റെ മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പൂരിയും പിന്നെ നല്ല ചിക്കൻ കറിയും അതിന് ശേഷം ഞാൻ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.